എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നീസിയുടെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും വീടിന്റെ അവിടേക്ക് നീസിയുടെ അച്ഛൻ വരുന്നതാണ്. ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. വന്നപാടെ അവിടെ കടം കിട്ടാനുള്ള കാശിന് വേണ്ടി തടിച്ചുകൂടി നിന്ന ആ ഒരു ആളുകളോട് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തേ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആ ഡോക്യുമെന്റ്സ് കാണിക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ നീസിയുടെ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നീസിയുടെ അച്ഛന് ഈ ഒരു കടം വാങ്ങലിൽ യാതൊരു പങ്കുമില്ല. മറിച്ച് നീസിയുടെ അച്ഛന്റെ ഗേൾ ഫ്രണ്ടും അവരുടെ അച്ഛനും ഒക്കെ കൂടി ചേർന്ന് ഇയാൾ ജാമ്യം നിന്ന കണക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കി കാശ് വാങ്ങിയതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ദേഷ്യം വരുന്ന അയാൾ വേഗം തന്നെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴേക്കും ആക്ച്വലി ഇവിടുന്ന് കാശും തട്ടിയെടുത്ത് മുങ്ങിയ ഗേൾ ഫ്രണ്ടിന്റെ അച്ഛൻ പുള്ളിക്കാരിയുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോ നീസിയുടെ അച്ഛൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ആദ്യം ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതെ, നിയാൻ കുറച്ച് കാശിന്റെ പ്രശ്നത്തിലായി. അവൾ കുറച്ച് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതൊക്കെ പോയി ആ ഒരു ബുദ്ധിമുട്ടിലായപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്ന ടീം അയാൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്നെ കൂടെ നിന്ന് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തതിന്റെ പേരിൽ അയാൾ ഷൗട്ട് ചെയ്യുകയും തുടർന്ന് എന്തായാലും ഞാൻ കാശ് തരാം, ഞാൻ വാങ്ങിയ കാശല്ലെങ്കിലും ഇത് ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ നീസിയുടെ മുത്തശ്ശി അത് കേട്ട് തടയുന്നുണ്ട്. നീ വാങ്ങിയ കാശല്ലെങ്കിൽ നീ കൊടുക്കേണ്ട കാര്യം എന്താ? പിന്നെ ഇവരൊക്കെ പറയുന്നതിൽ എന്ത് സത്യം ഉണ്ടെന്നൊക്കെ ആർക്കറിയാം? ഇതിലെ കുറെ പേര് നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അച്ഛന്റെ ആളുകൾ തന്നെയാ, അവരൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവരെ കൂടി ചേർന്ന് കളിക്കുന്നുണ്ട്, നാടകം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നീസിയുടെ മുത്തശ്ശി അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് നീസിയുടെ അച്ഛന് പെട്ടെന്ന് തലകറക്കം വന്ന് അദ്ദേഹം വീഴാൻ പോകുമ്പോൾ ലിന്നാണ് താങ്ങി പിടിക്കുന്നത്. തുടർന്ന് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ പരിശോധിക്കുന്ന ഡോക്ടർ തലയിൽ ഒരു ട്യൂമർ ഉണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇത് കേട്ട് പേടിക്കുമ്പോൾ ലിന്നൊരു ഡോക്ടറാണല്ലോ, അവന് കാര്യത്തിന്റെ സീരിയസ്നെസ് നന്നായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിൻ വേഗം സർജറി ചെയ്യണം, അതാണ് ഇപ്പൊ വേണ്ടതെന്ന് കരയുന്ന നീസിയുടെ മുത്തശ്ശിയും നീസിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ തന്നെ സർജറി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കാന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എങ്ങും എന്റെ സർജറി ചെയ്യണ്ട, ഞാൻ വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തോളാം, എനിക്ക് പരിചയമുള്ള വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നീസിയുടെ അച്ഛൻ അപ്പോഴും ഒരുമാതിരി അഹങ്കാരത്തിലാണ് ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഞാനാകട്ടെ ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന കാശും പിന്നെ ഇപ്പൊ മുന്നേ കടം വാങ്ങിച്ച അങ്ങനെ തട്ടിപ്പിലൂടെ എത്തിയെടുത്ത കാശും ഒക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു സ്ഥാപനത്തിൽ ഇതൊക്കെ പൂട്ടിക്കെട്ടി അവൾ ഇൻവെസ്റ്റ് ചെയ്ത കാശെല്ലാം പോയിന്ന് അറിഞ്ഞ് അവൾ ആകെ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കാശിന്റെ തട്ടിപ്പ് നടത്തിയ കാര്യം നീസിയുടെ അച്ഛൻ അറിഞ്ഞ പ്രശ്നമായ കാര്യം അമ്മയും പറയുന്നുണ്ട്. ഇവർക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, ഇനി എന്ത് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും അയാളെ സോപ്പിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുമെന്നല്ല നീയാന്റെ അമ്മ പറഞ്ഞുകൊണ്ട് നീസിയുടെ അച്ഛനെ പലതവണ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നേ ഇല്ല. നീസിയുടെ അച്ഛൻ അപ്പോഴേക്ക് ഹോസ്പിറ്റലിലാണല്ലോ, എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് ഇങ്ങനെ പറയുന്ന ടീം ഏത് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ലിന്നിനെ പറ്റി ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നീസി ലിന്നായിട്ട് ആക്സിഡന്റിന് ശേഷം സർജറി ഒന്നും ചെയ്യാറില്ല എന്ന കാര്യം അവിടെ പറയുന്ന ടീം അത് കേൾക്കുന്ന നീസിയുടെ അച്ഛന്റെ മുഖത്ത് വീണ്ടും പുച്ഛാണ്. ലിന്നോ അവനാരാ എന്നെ സർജറി ചെയ്യാൻ, അവൻ ഒരു കഴിവില്ലാത്തവനാ എന്ന രീതിക്കല്ല. ഇതിന്റെ ഇടയിൽ നീസിയുടെ അച്ഛന്റെ അസിസ്റ്റന്റ് ആകട്ടെ ഗേൾ ഫ്രണ്ട് പലതവണ വിളിക്കുന്നുണ്ടെന്ന കാര്യമൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോൾ ഞാൻ എവിടെയാണുള്ളതെന്ന് അവർ അറിയാനേ പാടില്ല, അതുകൊണ്ട് നീ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഗേൾ ഫ്രണ്ടിന്റെ മകളെയൊക്കെ കാണുമ്പോൾ അവരാകട്ടെ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പൊ നഷ്ടമായല്ലോ, അപ്പൊ അതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാനേ പോകുന്നുണ്ട്. പിന്നീട് ഈ ഒരു കാര്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന നീസിയുടെ അച്ഛൻ അറിയുന്നുണ്ട്. പക്ഷെ തന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിച്ചു എന്ന പേരിൽ കേസ് കൊടുത്തത് നീസി ആണെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛൻ അതുകൊണ്ട് തന്നെ അവളോട് അവൾ അച്ഛനെ കാണാനേ വന്നപാടെ എന്റെ കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തിനു കേസ് കൊടുക്കണം, ആ ഒരു കാശ് അച്ഛനും അച്ഛന്റെ ഗേൾ ഫ്രണ്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്, എനിക്കതിൽ യാതൊരു ബന്ധമില്ല, അതുകൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യവും എനിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. കൂടാതെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ, കാര്യം അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളോട് ഷൗട്ട് ചെയ്യും, ഞങ്ങളെ അകറ്റി നിർത്തും, ഞങ്ങളൊന്നും അച്ഛന് ആരും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അച്ഛന് ഞങ്ങളെ പറ്റി യാതൊരു കൺസേണും ഇല്ല, അച്ഛന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് മകളും എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവര് കാരണമല്ലേ എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയത്, ഞാനാകട്ടെ എന്റെ ഐഡന്റിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അവൾ കാരണമാണ് ലിന്നിന് ആക്സിഡന്റ് പോലും പറ്റിയത്, അതിലൂടെ ലിന്നിന്റെ സ്വപ്നങ്ങളും കരിയറും എല്ലാം നശിച്ചു, എന്തോരം ദ്രോഹം ആ അമ്മയും മകളും അവരുടെ കൂടെ നിന്ന് അച്ഛനും ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും കുറ്റമല്ല ഞങ്ങൾക്ക് തന്നെയാ, കാര്യം അറിയാതെ എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ അവൾ വളരെ ഇമോഷണൽ ആകുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ലിന്നും നീസിയുടെ അമ്മയും വരുന്നുണ്ടായിരുന്നു. ലിൻ വേഗം തന്നെ വളരെ ഇമോഷണലായി നിൽക്കുന്ന നീസിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും തന്റെ എക്സ് വൈഫിനെ അവിടെ കാണുന്ന നീസിയുടെ അച്ഛൻ പെട്ടെന്ന് മുഖം തിരിക്കുമ്പോൾ അവരും അയാളുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ലിന്നാകട്ടെ നീസിയോട് കാണിക്കുന്ന കെയർ കാണുന്നവർക്ക് നീസി കണ്ടുപിടിച്ച ആൾ അവൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാവുന്നു. എന്തായാലും ഇത്രയായിട്ടും നീസിയുടെ അച്ഛന്റെ ഈ ആറ്റിറ്റ്യൂഡ് അവരൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ആ ഹോസ്പിറ്റൽ റൂമിൽ അയാൾ കിടക്കുകയാണ്. അപ്പോഴേക്കും ഇവരുള്ള ഈ സ്ഥലത്ത് സ്റ്റേ ചെയ്യാനായിട്ട് വീടൊന്നും ലിന്നിനില്ലല്ലോ, അതുകൊണ്ട് ഹോട്ടലിലൊന്നും നിൽക്കണ്ട, തങ്ങളുടെ കൂടെ വീട്ടിൽ വന്നേക്കാനായി നീസിയുടെ അമ്മ ലിന്നിനെ ക്ഷണിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്കാവുന്ന നീസിയുടെ അച്ഛൻ ആകെ അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാം. ആൾക്കിപ്പോൾ ആള് ചെയ്ത തെറ്റൊക്കെ മനസ്സിലാവുന്നുണ്ട്. കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് തനിക്കിപ്പോൾ ആരും ഇല്ലാണ്ടായി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നതെന്ന് ആൾക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഫോൺ എടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോഴേക്കും വീട്ടിലേക്ക് നീസിയും അമ്മയും ലിന്നുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നീസിയോട് ലിന്നിന് വേണ്ട റൂമും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായി അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. നീസിയും ലിന്നും ഭയങ്കരമായി സ്നേഹിക്കുന്നതും കൊച്ചു പിള്ളേരെ പോലെ അടി കൂടുന്നു ഒക്കെ ഉണ്ട് എന്ന് കാണുന്ന നീസിയുടെ അമ്മയെ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ലിന്നാട്ടെ നീസിയോട് സോറി പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് വിടാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണ്ടായത്, നിനക്ക് ഒത്തിരി സങ്കടമായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കും.
സംസാരിക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞതിൽ തെറ്റുണ്ടോ, എന്റെ അച്ഛന് വയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോന്നല്ല അവളിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, നീ എന്തായാലും തെറ്റൊന്നും ചെയ്യില്ല, അതങ്ങനെ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതെന്നൊക്കെ അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് സോറി എന്ന അച്ഛന്റെ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജിന് റിപ്ലൈ അയക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് വീണ്ടും സങ്കടം വരുന്നു എന്ന് കാണുന്ന ലിൻ സാരമില്ല, നീ ഓക്കെ ആയ ശേഷം മാത്രം മെസ്സേജ് അയച്ചാൽ മതി എന്ന് അവൻ അവളെ സമാധാനിപ്പിച്ച് പതി അവർ പുറത്തേക്ക് കാറ്റ് കൊള്ളാനെ ഇറങ്ങിയോ അവിടെ വെച്ച് കുറെ തമാശ പറഞ്ഞ് ചിരിക്കുകയും കിസ് ചെയ്യും. അങ്ങനെ ഹാപ്പിയായി അവരവിടെ സമയം ചെലവഴിക്കുന്നു. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും നീസിയെ രാവിലെ തന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നീസിയുടെ അച്ഛന്റെ സർജറി നടന്നിരുന്നു, കുഴപ്പമൊന്നുമില്ല, സർജറി സക്സസ് ആയിരിക്കുന്നു, ഇനിയിപ്പോ ചില തെറാപ്പിയും കാര്യങ്ങളേ ഉള്ളൂ എന്ന കാര്യങ്ങളൊക്കെ നീസി അറിയിക്കുന്നു. കൂടാതെ ചില റിപ്പോർട്ട്സും കാര്യങ്ങളും ലിന്നിനോട് നോക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ലിൻ പിന്നെ ഞാൻ ഡോക്ടറായിട്ടിരിക്കുന്നതിന് സന്തോഷത്തോടെ നോക്കുന്നു പറഞ്ഞ് നീസിയുടെ അച്ഛന്റെ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിക്കാൻ തയ്യാറാവുന്നുണ്ട് മുത്തശ്ശി ആവശ്യപ്പെട്ടത് പ്രകാരം. അങ്ങനെ പിന്നീട് ആ തിരക്കുകൾക്കൊക്കെ ശേഷം ലിന്നും നീസിയും കൂടി നീസിയുടെ അങ്കിളിനെയും ആന്റിയും ചെന്ന് കണ്ട് അവരുടെ കമ്പനിയുമായി ഇവർ ചേർന്ന് നടത്തുന്ന ആ ഒരു പ്രോജക്ടിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവർ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. ആ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത ശേഷം ഇപ്പോൾ അച്ഛനെ കാണാനായി നീസി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും അച്ഛന്റെ കമ്പനിയും ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നീസിക്ക് മനസ്സിലാവുന്നുണ്ട്. നീസി ആന്റിയുടെ കമ്പനിക്ക് വേണ്ടി ഓപ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്ന അച്ഛനാകട്ടെ ആ കമ്പനി വളരെ ചെറിയ കമ്പനിയാണ്, അത് ആ ഓപ്ഷനിൽ വിജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്നെല്ലാം നീസിയോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നു തന്നെ അവളും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ആ ഓപ്ഷനിൽ പങ്കെടുക്കാനായി പോകുമ്പോൾ ലിന്നിന്റെ അങ്കിളുടെ മകനായ ചെന്നും ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഓപ്ഷൻ നടക്കുമ്പോഴേക്കും ലിന്നും നീസിയൊക്കെ അതിൽ പുറത്ത് നിൽക്കുക, അവർ ആന്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൽ വന്നതല്ലേ. എന്തായാലും ആ ടീം ലിൻ നീസിയും കുട്ടി പുറത്തു പോയി അവനും അവളും വിവാഹശേഷം താമസിക്കാനായി നല്ലൊരു വീട് വാങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ലിന്നിന് അധിക നാൾ കമ്പനിയിൽ നോക്കാനൊന്നും താല്പര്യമില്ല, അവന്റെ മെഡിക്കൽ പരമായ റിസർച്ചും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ അതിനും നീസിയുടെ കമ്പനിയുടെ കാര്യങ്ങൾക്കും ഒക്കെ കൂടി പറ്റുന്ന കണക്ക് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം തിരിച്ച് ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ച ചെന്നാകട്ടെ ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് ഇറങ്ങുന്നതാണ്. ലിന്നിനെ കണ്ടപാടെ ചെൻ ലിന്നിനോടും ചൂടാവുന്നുണ്ടെങ്കിലും അത് കേട്ട് ചുമ്മാ നിൽക്കാതെ ലിൻ ചുട്ട മറുപടി കൊടുക്കുമ്പോൾ ചെൻ നാണം കെട്ട് അവിടെ നിന്ന് പോകുന്നു. നീസി ലിൻ നന്നായിട്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ടെന്ന് അവനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെൻ ഇത്രയും കലിപ്പിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഓപ്ഷനിൽ അവൻ തോറ്റു എന്നല്ലേ, ലേലം വിളി ജയിച്ചത് നമ്മുടെ ആന്റി ആണെന്നല്ലേന്ന് പറഞ്ഞ് നീസി വളരെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ കണക്ക് തന്നെ നീസിയുടെ ആന്റി തന്നെയാണ് ആ ഒരു ലേലം വിളിയിൽ ജയിച്ചിരിക്കുന്നത്. ആന്റി വളരെ ഹാപ്പിയായി നീസിയെ വന്ന് ഹഗ് ചെയ്യുന്നു. കാരണം അവൾ ഈ ഒരു ഓപ്ഷൻ ആന്റിക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഒരുപാട് അതിന്റെ ആ ഒരു ബാക്ക് എൻഡ് വർക്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ചെൻ പിന്നീട് ഈ ഒരു തോൽവിയുടെ പുറത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെന്നിന്റെ മുത്തശ്ശന്, അതായത് നമ്മുടെ ലിന്നിന്റെ മുത്തശ്ശന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഷെയർസ് ഒക്കെ ലിന്നിന്റെ പേരിൽ എഴുതിയത് ഏറ്റവും നല്ല തീരുമാനമാണെന്ന് ഈ ചെൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല മുത്തശ്ശന് ഇവിടെ കലിയിളകുന്ന ഇതേ ടൈം തന്നെ നീസിയുടെ അച്ഛൻ അവളുടെ ഗേൾ ഫ്രണ്ടിനും മകൾക്കും ഒക്കെ താമസിക്കാനായി കൊടുത്തിരുന്ന വില്ല വിൽക്കാനായി തീരുമാനിക്കുന്നു. അവരുമായിട്ട് ഇനി ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാനായി ഇയാൾക്ക് തീരെ താല്പര്യമില്ല. ആ കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച ശേഷം നീസിയുടെ അച്ഛൻ നീസിയും നീസിയുടെ അമ്മയുമായിട്ടുണ്ടായിരുന്ന ജീവിതം എത്ര മനോഹരമായിരുന്നു, താൻ തന്നെ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ ഒരു ലൈഫൊക്കെ നശിപ്പിച്ചെടുത്തല്ലോ, ഇനി അതുപോലൊരു ഹാപ്പിനെസ് എന്ന് തന്റെ ലൈഫിൽ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആ ദിവസങ്ങളിൽ തിരികെ വന്നിരുന്നെങ്കിൽ ഭയങ്കര നിരാശയിൽ ഓർത്തിരിക്കുകയാണ്. ആൾക്ക് ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പോ നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പേരിൽ നല്ല കുറ്റബോധം പ്രായശ്ചിത്തമുണ്ട്. അങ്ങനെ എന്തായാലും അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചത് പ്രകാരം ഗേൾ ഫ്രണ്ടും ഞാനും ഒക്കെ താമസിക്കുന്ന ആ ഒരു വീട് വിൽക്കാനായി അസിസ്റ്റന്റ് ആളുകളെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതറിയാതെ അവരാകട്ടെ ഞങ്ങളുടെ ഈ കാശില്ല, നിങ്ങളുടെ മുതലാളിയോട് കാശ് അയച്ചു തരാൻ പറയാം, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിയാന്റെ അച്ഛന്റെ അസിസ്റ്റന്റിനെ ആ ഗേൾ ഫ്രണ്ട് വിളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇനി കാശ് തരാനായി അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല, കൂടാതെ ആ വീട് വിൽക്കാനായി പോവുകയാണെന്നൊക്കെയാണ് അസിസ്റ്റന്റ് പറയുന്നത്. അത് പ്രകാരം ഇവരാകട്ടെ വീട് വിൽപ്പനയ്ക്ക് ആള് വന്ന് നോക്കുമ്പോഴേക്കും ആ വീട് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുന്ന അസിസ്റ്റന്റ് ഇങ്ങനെയൊന്നും വിൽപ്പന തടയാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല, അടുത്ത ആളുകളെ കൊണ്ടുവന്ന് വിൽക്കുമെന്ന് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇനി അയാൾ തങ്ങളെ നോക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഞാനോട് നമ്മളിനി വേറെ വല്ല വഴിയും നോക്കിയേ പറ്റൂ, അയാൾ ഇനി നമ്മളെ നോക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അമ്മയുടെ കുത്തഴിഞ്ഞ ജീവിതം കാരണം ഞാനും ഇപ്പൊ വഴിയാധാരായി എന്ന് പറഞ്ഞു അവൾ അമ്മയോട് അവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോകുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും റോങ് ആകട്ടെ അവളുടെ ഞാന്റെയും കൂടെ പഠിച്ച ഏഞ്ചൽ എന്ന ആ ഒരു പെൺകുട്ടി വന്നു കണ്ട് ഞാൻ വിദേശത്തേക്ക് പോവാ, അതുകൊണ്ട് യാത്ര പറയാൻ വന്നതാണെന്നൊക്കെ പറയുന്ന ടീം. അപ്പൊ നിന്റെ ഇവിടുത്തെ ജോലിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാനിവിടെ ചെന്നെന്ന ഒരാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന അയാളുടെ കമ്പനി തന്നെ ഇപ്പൊ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കാം, പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ, പിന്നെ സ്വാങ് അവനുമായിട്ട് എനിക്കിപ്പോ യാതൊരു കോണ്ടാക്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്നും പറഞ്ഞ് റോങ് പോകുമ്പോൾ ആ ഒരു കാര്യം ഏഞ്ചൽ നീസിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. നീസിയായിട്ട് അത് കേട്ട് പ്രത്യേകിച്ച് ഹാപ്പി ആവുന്നൊന്നുമില്ല. കാരണം റോങ്ങും സ്വാങ്ങും ഒക്കെ ഇനി എങ്ങനെ എന്തായാലും അവൾക്ക് എന്താ, അവൾക്ക് അവളുടെ ലൈഫ് ലിൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവൾ അവളുടെ ജീവിതം ജീവിക്കുന്നു. എന്തായാലും അവളും ലിന്നും അപ്പോഴേക്കും അങ്കിളുടെയും ആന്റിയുടെയും ജിയാങ്ങിന്റെയും കൂടെ ഒരു ഡിന്നർ അറ്റൻഡ് ചെയ്യാനേ പോകുന്നുണ്ട്. എന്തായാലും കല്യാണം ഇപ്പോഴേ ഇല്ലാന്ന് കല്യാണക്കാര്യം സംസാരിക്കുമ്പോൾ ലിന്നും നീസിയും പറയുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും പേഴ്സണലായി കുറെ ഇനിയും അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്, അതിനൊക്കെ ശേഷമാണ് വിവാഹം എന്ന് അവർ പറയുന്നു. അങ്ങനെ അതിനുശേഷം ലിന്നാകട്ടെ മുത്തശ്ശനെ കാണുമ്പോൾ മുത്തശ്ശനോട് ഞാൻ റിസർച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായി പോവാണ്, എന്റെ പേരിലുള്ള കമ്പനിയുടെ ഷെയർസ് ഒക്കെ തന്നെ ഞാൻ നീസിയുടെ പേരിൽ കൊടുക്കാനായി പോവാണെന്ന് പറയുമ്പോൾ മുത്തശ്ശനും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കൂടാതെ ഇവർ കമ്പനിയുടെ പേരും കൂടി മാറ്റാൻ പോവാണെന്ന് പറയുമ്പോൾ അതൊരു ഗ്രാൻഡ് ഫംഗ്ഷനായി നടത്തണം, കമ്പനി ഇനിയും നിങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു.
പറയുന്നു. അങ്ങനെ അന്ന് നീസി ലേറ്റ് നൈറ്റും ഓഫീസിൽ വർക്ക് ചെയ്യാണ്. വർക്കിനൊക്കെ ശേഷം അവൾ ലിൻ ഇതുവരെ മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന് ഫോൺ എടുത്ത് നോക്കാനായി ഒരുങ്ങുന്ന സമയത്താണ് ലിൻ അവളുടെ പിറകെ നിൽക്കുന്നത്. അവൻ ഇത്രയും നേരമായിട്ട് അവിടെ ഒച്ച ഉണ്ടാക്കാതെ നിൽക്കായിരുന്നു എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത്. എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ അവൻ പരിഭവം പറഞ്ഞ് പിണക്കം കാണിക്കുമ്പോൾ വെറുതെ ചാടിയിടണ്ട, എനിക്കറിയാം എന്നോട് പിണങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവന്റെ പുറകെ കൂടുന്നു. ആ ടീമാണ് അവൻ അവളോട് അവന്റെ പേരിലുള്ള കമ്പനി ഷെയർസ് അവളുടെ പേരിലേക്ക് മാറ്റുന്നു എന്ന കാര്യം അറിയിക്കുന്നത്. അവൻ അവന്റെ ഡ്രീംസ് പേഴ്സ്യൂ ചെയ്യാനായി പോകുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ് എന്നറിയാവുന്നത് കൊണ്ട് അവൾക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും എന്തായാലും ലിൻ പോകുന്നതിന് മുന്നേ കമ്പനിക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനി കുറേയേറെ മുന്നോട്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ കമ്പനി നന്നായി മുന്നോട്ട് പോകുന്നതിന്റെ ആ ഒരു സമയത്താണ് ഇവർ രണ്ടുപേരും ആഗ്രഹിച്ച കണക്ക് കമ്പനിയുടെ പേര് മാറ്റുന്ന ആ ഒരു ചടങ്ങെത്തുന്നത്. അവിടെ വെച്ച് ലിന്നിന്റെ മുത്തശ്ശനും നീസിയുടെ അമ്മയും കൂടിയാണ് കമ്പനിയുടെ പുതിയ പേര് റിവീൽ ചെയ്യുന്നത്. കേൾക്കുന്നവരൊക്കെ തന്നെ അത് ലിന്നിന്റെയും നീസിയുടെയും പേരിന്റെ ഭാഗം കൂട്ടിച്ചേർത്തതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവർ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ആ ചടങ്ങിന് ശേഷം ലിന്നും നീസിയും അവർ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, കമ്പനിയുടെ ഒരു വലിയ ഗാർഡൻ ഏരിയ, അവിടെ പോയി കുറെ ടൈം ഹാപ്പിയായി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ടീമാണ് ഗാർഡൻ ഇട്ടിരിക്കുന്ന പേര് നീസി ലിന്നിനെ കാണിക്കുന്നത്. അത് ലിന്നിന്റെ പേരിൽ നിന്ന് അവൾ ഉണ്ടാക്കിയ പേരാണ്. ആക്ച്വലി ലിൻ പറഞ്ഞു എന്ന് പറഞ്ഞ നീസി ഇട്ട പേരാണെന്നെങ്കിലും അവളത് ലിൻ പറയാതെ ലിന്നിന് വേണ്ടി ഇട്ട പേരായിരുന്നു. ലിന്നിനെ റിസർച്ചിനൊക്കെ പോകുമ്പോൾ അവന്റെ ഒരു പ്രസൻസ് ഈ കമ്പനിയിൽ, അതിനായിട്ട് ഈ പേരിട്ടതാണെന്ന് അവൾ പറയുമ്പോൾ അവനും ഹാപ്പി ആവുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ച് നീസി ലിന്നിന്റെ തോളിൽ ചാരി ഉറങ്ങി പോകുമ്പോൾ അവൻ അവളുമായുള്ള നല്ല നല്ല മൊമെന്റ്സ് അവൾ പോലും അറിയാതെ അവൻ ആദ്യമായി കണ്ട ആ ഒരു നിമിഷം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിച്ച ശേഷം അവൾ ഉണരുമ്പോഴേക്കും നമുക്ക് വിവാഹിതരായാലോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് അത് കേൾക്കാനായി ഒരുപാട് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അധികം വൈകാതെ ഇവർ ഒന്നിച്ച് പടുത്തുയർത്തിയ ഇതേ മനോഹരമായ ഗാർഡനിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം മനോഹരമായി നടക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ ആ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങളും അവർ ഏറ്റെടുക്കുന്നത്. അതായത് ഇതിനുശേഷമാണ് ലിൻ അവന്റെ റിസർച്ചിലേക്ക് കംപ്ലീറ്റ് ആയി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നീസി കംപ്ലീറ്റ് ആയി കമ്പനിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ. അങ്ങനെ രണ്ടുപേരും അവരവരുടെ ഫീൽഡിൽ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സക്സസ്ഫുൾ ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും ബിസിനസ് സംബന്ധമായി ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു നീസി. അവളിപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു വിദേശ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് മകളെ പിക്ക് ചെയ്യാനായി കിൻഡർ ഗാർഡനിലേക്ക് പോകുന്നത് ലിന്നാണ്. അതെ, നീസിക്കും ലിന്നിനും ഒരു മകൾ ഉണ്ടായിരിക്കുന്നു. തുടർന്ന് ആ കുട്ടിയെ പിക്ക് ചെയ്ത് അന്ന് എയർപോർട്ടിലേക്ക് വരുന്ന നീസിയെ വിളിക്കാനായി ലിന്നും കുഞ്ഞും പോകുന്ന ടീം അവർ കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ അത് സ്വാങ്ങും ക്രിസും കെവിനും നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. നീ ആ പെൺകുട്ടിയോട് സോറി ചോദിച്ചോന്ന് ക്രിസ് സ്വാങ്ങിനോട് ചോദിക്കുമ്പോൾ വേണ്ട, ഇങ്ങനെ പോട്ടെ, വെറുതെ ഇനി മുന്നിൽ പോയി പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണ്ടെന്ന് സ്വാങ് പറയുന്നു. ഇവർ ഫ്ലൈറ്റിൽ ഒന്നിച്ചുണ്ടായിരുന്നു. എന്നിട്ടും സ്വാങ് നീസിയുടെ മുന്നിൽ പോയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഞാൻ പോവാ, എന്റെ ബോയ് ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞ് ക്രിസ് ബായി പറഞ്ഞു പോകുമ്പോൾ കെവിനും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ടീം സ്വാങ് നീസിയെ കണ്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. ഈ ടീമാണ് അവൻ ഗ്രാജുവേഷന്റെ ആ ടൈം കോളേജിൽ വെച്ച് അവൾ ഒരിക്കൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയപ്പോൾ അവനോട് ബായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യം ആലോചിക്കുന്നത്. ആക്ച്വലി അന്നാണ് അവൻ യഥാർത്ഥത്തിൽ അവളുടെ ലൈഫിൽ നിന്ന് അവനെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട് അകറ്റിയത് എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുവരെ അവൻ അവളെ ഇഗ്നോർ ചെയ്തതിനൊക്കെ പിന്നീട് അവന് മറുപടി കിട്ടി തുടങ്ങുകയായിരുന്നു. അവന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് അവൾ അവനെ പിന്നീട് മൈൻഡ് ആക്കാതെ ആയതെന്ന് മനസ്സിലാക്കുന്നവൻ. അതുകൊണ്ട് തന്നെ നീസിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഇപ്പൊ മനസ്സറിഞ്ഞ് ആശംസിക്കുന്നുണ്ട്. അവനും ഈ കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോഴേക്കും നീസിയും ലിന്നും വീട്ടിലെത്തി കുഞ്ഞിന്റെ കൂടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യാണ്. കുഞ്ഞ് ഉറങ്ങിയ ശേഷം അവരിപ്പോ അവരുടേതായ കുറച്ച് നിമിഷങ്ങളും പങ്കിടുന്നു. അങ്ങനെ ഹാപ്പിയായി ലിന്നും നീസിയും അവരുടെ കുഞ്ഞു വാവയും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോവാണ്. ആ ടീം മകളാട്ടെ ഓംലേറ്റ് വേണമെന്ന് പറയുമ്പോൾ കുഞ്ഞിന് അത് ഉണ്ടാക്കി കൊടുക്കുന്ന നീസി ലിന്നിന് വേണ്ടി ഒരു പെർഫെക്റ്റ് സണ്ണി സൈഡ് അപ്പ് ഉണ്ടാക്കി കൊടുത്ത് എന്റെ ലൈഫിന്റെ പെർഫെക്റ്റ് ലൈറ്റ് ആയതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ലിൻ വന്ന ശേഷമാണ് എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചതെന്നെല്ലാം അവൾ പറയുമ്പോൾ അവനും അവൾ ലൈഫിൽ വന്നതിന് ശേഷം സന്തോഷം മാത്രമേ ഉള്ളൂ. സൂര്യൻ പകൽ മാത്രമാണ് നമുക്ക് വെളിച്ചം തരുന്നതെങ്കിൽ നമ്മൾ കൂടെ കൂട്ടുന്ന നല്ലൊരു പാർട്ട്ണർ നമുക്ക് നമ്മുടെ സങ്കടത്തിൽ പോലും നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും നമ്മുടെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവരുമെന്ന് അവർ പരസ്പരം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പിയായി ഇവരങ്ങനെ ജീവിക്കുന്നിടത്ത് കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.